നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസ് ഓവർ റെക്റ്റാങ്കുലർ റീജിയൻസ് ആയിരുന്നു ആദ്യം പഠിച്ചത്. ഇനി ഡബിൾ ഇൻ്റഗ്രൽസ് ഓവർ നോൺ റെക്റ്റാങ്കുലർ റീജിയൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോൺ റെക്റ്റാങ്കുലർ റീജിയൻസിൻ്റെ കേസിൽ ഫ്യൂബിനീസ് തിയറം എങ്ങനെ വരുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ, ഓക്കെ, ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് കണ്ടിന്യൂസ് ഓൺ എ റെക്റ്റാങ്കുലർ ഓർ നോൺ റെക്റ്റാങ്കുലർ region R. Okay, non-rectangular region ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇൻ പർട്ടിക്കുലർ. ഓക്കെ, R is defined by A less than or equal to X less than or equal to B. റെക്റ്റാങ്കുലർ റീജിയൻ ആയിരുന്നപ്പോൾ എക്സും വൈയും ഒരു കോൺസ്റ്റൻസിനാണ്, അതായത് A less than or equal to X less than or equal to B, C less than or equal to Y less than or equal to D എന്ന് പറയുന്ന രീതിയിലായിരുന്നു വരുന്നത്. എന്നാൽ ഇവിടെ എക്സിൻ്റെ വേരിയേഷൻ രണ്ട് കോൺസ്റ്റൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത്. എന്നാൽ വൈയുടെ വേരിയേഷൻ രണ്ട് ഫങ്ഷൻസ് ഓഫ് എക്സിന് ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത്. ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എസ് ഓഫ് എക്സ്. ഈ ആർ ഓഫ് എക്സിനും എസ് ഓഫ് എക്സിനും വേണമെങ്കിൽ ഏതൊരെണ്ണത്തിന് ഒരു കോൺസ്റ്റൻ്റ് ആവാം. രണ്ടും കോൺസ്റ്റൻസ് ആകുമ്പോൾ അത് റെക്റ്റാങ്കുലർ റീജിയൻ ആവും. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പം സം 0യോ 2ഓ അങ്ങനെ സം നമ്പേഴ്സ് എടുക്കുക വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് ആർ ഓഫ് എക്സോ എസ് ഓഫ് എക്സോ ഏതെങ്കിലും ഒരെണ്ണം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അത് നോൺ റെക്റ്റാങ്കുലർ റീജിയനായി മാറും. ഓക്കെ, ഈ വൈയുടെ ലിമിറ്റ് എക്സിൻ്റെ സം ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇതിനെയാണ് നമ്മൾ ടൈപ്പ് 1 റീജിയൻ എന്ന് പറയാം. സോ ആ കേസിൽ ഡബിൾ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സിൻ്റെ ലിമിറ്റ് കൊടുത്താൽ ഇൻ്റഗ്രൽ എ ടു ബി, വൈയുടെ ലിമിറ്റ് ഇൻ്റഗ്രൽ ആർ ഓഫ് എക്സ് ടു എസ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് വൈ. നമ്മൾ ഈ അകത്ത് കൊടുത്ത ലിമിറ്റ് ആർ ഓഫ് എക്സ് ടു എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈയുടെ വേരിയേഷനാണ്. സോ ആദ്യം ഡി വൈ പുറത്ത് ഡി എക്സ്. ഓക്കെ, ഇനി ടൈപ്പ് 2 റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയുടെ വേരിയേഷൻ കോൺസ്റ്റൻസിനിടയ്ക്ക് വരും. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. എന്നാൽ എക്സിൻ്റെ വേരിയേഷൻ ഫങ്ഷൻസ് ഓഫ് വൈയുടെ ഇടയ്ക്ക് വരും. ജി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് വൈ. ഇതാണ് ടൈപ്പ് 2 റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഈ നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഇൻ്റഗ്രലിന് എപ്പോഴും കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആയിരിക്കണം വരുന്നത്. സോ ഫസ്റ്റ് കേസിൽ ഇൻ്റഗ്രൽ എ ടു ബി ആണ് നമ്മൾ പുറത്ത് കൊടുത്തത്. ഇവിടെ ഏത് കൊടുക്കണം? ഇൻ്റഗ്രൽ സി ടു ഡി, വൈയുടെ വേരിയേഷൻ വേണം ഇവിടെ പുറത്ത് കൊടുക്കാൻ. കാരണം എപ്പോഴും ഔട്ട് സൈഡ് കൊടുക്കുന്ന ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വേരിയേഷൻ വരുന്ന കൊടുക്കുക. സോ അകത്ത് വരുന്നത് ജി ഓഫ് വൈ ടു എച്ച് ഓഫ് വൈ എഫ് ഓഫ് എക്സ് വൈ. ഈ ജി ഓഫ് വൈ ടു എച്ച് ഓഫ് വൈ എന്തിൻ്റെ വേരിയേഷനാണ്? എക്സിൻ്റെ വേരിയേഷനാണ്. സോ ആദ്യം ഡി എക്സ് വരും. സോ ഔട്ട് സൈഡത്തെ ഇൻ്റഗ്രൽ ഡി വൈ. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ എക്സ് ടു 2 എക്സ് ഡി എക്സ് ഡി വൈ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഇൻ്റഗ്രൽ എക്സ് ടു 2 എന്ന് വരുന്ന അകത്തെ ഇൻ്റഗ്രലിൻ്റെ വേരിയേഷനകത്ത് എക്സ് വരുന്നുണ്ട്, ഒരു ലോവർ ലിമിറ്റായിട്ട് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? നോൺ റെക്റ്റാങ്കുലർ റീജിയൻ്റെ. സോ ഇൻ്റഗ്രൽ എക്സ് ടു 2 എക്സ് മുതൽ 2 വരെ വേരി എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ വേരിയേഷനാണ് തന്നിരിക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഡി എക്സ് ഡി വൈ എന്നാണ്. സോ പക്ഷേ എക്സിൻ്റെ വേരിയേഷൻ ഒരിക്കലും എക്സ് മുതൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഡി എക്സ് ആണ്, പക്ഷേ എക്സിൻ്റെ വേരിയേഷൻ ഒരിക്കലും എക്സ് മുതൽ 2 വരെ ആവില്ല. എക്സിൻ്റെ വേരിയേഷൻ പറയുമ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? ഫങ്ഷൻസ് ഓഫ് വൈയുടെ ഇടയ്ക്കാണ് പറയുക. സോ അതേപോലെ അപ്പം എക്സ് മുതൽ 2 വരെ എന്നുള്ള വേരിയേഷൻ എന്തിനായിരിക്കും വരിക? വൈ എന്ന് പറയുന്ന വേരിയബിളിനെ വരുള്ളൂ. നമ്മുടെ ലിമിറ്റിനകത്ത് ഓക്കെ എക്സ് വരുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ വേരിയേഷൻ ആയിരിക്കും? വൈയുടെ വേരിയേഷൻ. അതേപോലെ ഇപ്പോൾ ലിമിറ്റിനകത്ത് ഇൻ്റഗ്രൽ ഫ്രം അകത്തെ ഇൻ്റഗ്രൽ ഫ്രം വൈ ടു 2 എന്നായിരുന്നെങ്കിൽ അത് എക്സിൻ്റെ വേരിയേഷൻ ആയിരുന്നേനെ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. സോ നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ എക്സ് ടു 2 എക്സ് ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ എക്സ് ടു. ആദ്യം എന്താണ് ഈ ഇൻ്റഗ്രൽ എക്സ് ടു 2 എന്ന് പറയുന്ന വേരിയേഷൻ എന്തിൻ്റെയാണ്? എക്സ് അതിനകത്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വൈയുടെ വേരിയേഷനാണ്. സോ ഡി വൈ ഔട്ട് സൈഡിൽ ഡി എക്സ്. ഓക്കെ, ഇനി ഇത് വാല്യുവേറ്റ് ചെയ്യുമ്പം ഇവിടെ ഫസ്റ്റ് ഇൻ്റഗ്രൽ അകത്തെ ഇൻ്റഗ്രൽ ഡി വൈ ആണ്. സോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഔട്ട് സൈഡ് എടുക്കുന്നു. ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എന്താണ്? ഇൻ്റഗ്രൽ എക്സ് ടു 2 ഡി വൈ ഡി എക്സ്. എക്സ് കോൺസ്റ്റൻ്റ് ആണ് കാരണം വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഡി വൈ ഈസ് വൈ വിത്ത് ലിമിറ്റ് എക്സ് ടു 2 ഡി എക്സ്. ആൻഡ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു 2 മൈനസ് വൈക്ക് ലിമിറ്റ് കൊടുത്താണ് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഫൈനൽ സ്റ്റെപ്പാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ നോട്ടിൽ ഇത് ചെയ്യണം. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 2x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. 2x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 2
ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. സോ അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. സോ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും വിതിൻ ദ ലിമിറ്റ് 0 to 1. സോ അതിന് എക്സിന് 1ഉം 0യും വാല്യൂസ് കൊടുത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും ഫൈനൽ ആൻസർ. ഓക്കെ, ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 2. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to a ഇൻ്റഗ്രൽ 0 to x റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഔട്ട് സൈഡ് കൊടുത്തിരിക്കുന്ന ഇൻ്റഗ്രൽ 0 to a. നെക്സ്റ്റ് ഇൻ്റഗ്രൽ 0 to x. സോ ലിമിറ്റായിട്ട് എക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ വേരിയേഷനാണ്? ഉറപ്പായിട്ടും വൈയുടെ വേരിയേഷനാണ്. ഓക്കെ ഓക്കെ ഇവിടെ ആദ്യം ഒരു റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻ്റഗ്രേഷനിലുള്ളൊരു റിസൾട്ടാണ്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ, എ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ്, എനി കോൺസ്റ്റൻറ്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ആണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ എഴുതും? 1/2 ഇൻറ്റു, നിങ്ങളിങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുള്ളത്, y/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് വൈ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിൽ 1/2 ഔട്ട് സൈഡ് എടുത്ത് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ റിസൾട്ട് നമുക്ക് ഈ ഇൻ്റഗ്രേഷനിൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യം തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അത് എടുക്കുക. ഇൻ്റഗ്രൽ 0 to a ഇൻ്റഗ്രൽ 0 to x റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, സോ ഇൻ്റഗ്രൽ 0 to a, ഇത് അകത്ത് വന്നിരിക്കുന്ന 0 to x എന്ന് പറയുന്ന, സോ അത് ഈ 0 to x എന്ന് പറയുന്നത് എന്തിൻ്റെ വേരിയേഷനാണ്? വൈയുടെ വേരിയേഷനാണ്. സോ വൈയുടെ വേരിയേഷൻ, സോ അത് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സോ ഡി എക്സ് അങ്ങോട്ട് മാറ്റി നിർത്തി. സോ ഡി എക്സ് മാറ്റി നിർത്തി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ആദ്യം, വൈയുടെ വേരിയേഷനാണ് തന്നിരിക്കുന്നത്. സോ അകത്തെ ഇൻ്റഗ്രൽ നമ്മൾ ഇൻ്റഗ്രൽ റിസൾട്ട് ഉപയോഗിച്ച് ഇൻ്റഗ്രേഷൻ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേഷൻ. സോ എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് സം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എഫക്റ്റേ ഉള്ളൂ. എക്സിൻ്റെ പ്ലേസിൽ എ ആണ്, അതായത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഈ റിസൾട്ട് തന്നെ അവിടെ എക്സ് കൊടുത്ത് എഴുതും. ഈ കേസിൽ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ. സോ ഡി എക്സ് അങ്ങ് മാറ്റി നിർത്തി. ഡി എക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം എഴുതാം. ഇവിടെ അവർ ജസ്റ്റ് ആദ്യമേ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. സോ ഇത് ഈ റിസൾട്ട് ഉപയോഗിച്ച് എഴുതുമ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു വൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എ അല്ല, ഇവിടെ എക്സ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ലോഗ് വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിതിൻ ദ ലിമിറ്റ് 0 to x. നെക്സ്റ്റ് അതിൻ്റെ ലിമിറ്റ് കൊടുത്തിരിക്കുവാണ്. ആദ്യം എക്സ് കൊടുക്കും. എക്സ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിക്ക് ആദ്യം വൈയുടെ വൈക്കാണ് എക്സ്. സോ എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് റൂട്ട് ഓഫ് 2x സ്ക്വയർ. സോ റൂട്ടിനകത്ത് എക്സ് സ്ക്വയർ വരുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എക്സ് വരും ആൻഡ് റൂട്ട് 2 വരും. സോ ആ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് കിട്ടും. ആ എക്സും ഈ പുറത്ത് വൈക്ക് എക്സ് കൊടുത്തതും കൂടെ ചേർന്ന് എക്സ് സ്ക്വയർ റൂട്ട് 2 എന്നാകും. പ്ലസ് അടുത്ത ടേം എന്ത് വരും? എക്സ് സ്ക്വയർ ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 2x സ്ക്വയർ, അതായത് റൂട്ട് 2x എന്ന് വരും. സോ എക്സ് പ്ലസ് റൂട്ട് 2x, അതാണ് ലോഗ് ഓഫ് എക്സ് ഔട്ട് സൈഡ് എടുക്കും. എക്സ് ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണേൽ എഴുതി നോക്കുക. ഓക്കെ, ഇനി മൈനസ് 0 കൊടുക്കുകയാണ്. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഈ ക്വാണ്ടിറ്റി 0 ആയിപ്പോവും. അതേപോലെ നെക്സ്റ്റ് വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ലോഗ് എക്സ്. ഓക്കെ, സോ നോക്കുക അടുത്ത സ്റ്റെപ്പിൽ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to a ഡി എക്സ് ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ റൂട്ട് 2. അതുപോലെ തന്നെ ഇവിടെ ഈ രണ്ട് ടേംസിലും നോക്കിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ലോഗ് സംതിങ് എന്നാണ്. എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ലോഗ് എക്സ് ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2 മൈനസ് ലോഗ് എക്സ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു, ലോഗ് 1 പ്ലസ് റൂട്ട് 2 ബൈ എക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ഗെറ്റ് ക്യാൻസൽഡ്, അത് ക്യാൻസൽ ചെയ്ത് സോ ഇത് ലോഗ് 1 പ്ലസ് റൂട്ട് 2 എന്നാകും. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡി എക്സ് അവസാനം എഴുതിയാലും മതി, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇതിനകത്ത് രണ്ട് ടേംസിലും എക്സ് സ്ക്വയർ കോമൺ ഉണ്ട്. സോ എക്സ് സ്ക്വയർ കോമൺ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? 1/2 ഇൻറ്റു ബ്രാക്കറ്റിൽ റൂട്ട് 2 പ്ലസ് ലോഗ് 1 പ്ലസ് റൂട്ട് 2 ഇൻറ്റു എക്സ് സ്ക്വയർ. സോ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു ഈ റൂട്ട് 2 പ്ലസ് ലോഗ് 1 പ്ലസ് റൂട്ട് 2 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. എന്നിട്ട് എക്സിനവിടെ 0 ആദ്യം എ ഇട്ട് കൊടുക്കുക, മൈനസ് ഇനി എക്സിന് ആ ടേമിൽ 0 ഇട്ട് കൊടുക്കുക. സോ അത് ചെയ്ത് നോക്കുക. സോ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും.
എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയക്കുമോ, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 2 ഇൻ്റഗ്രൽ 0 to x dx dy ബൈ എക്സ് സ്ക്വയർ. ഇവിടെയും ഒരു റിസൾട്ട് അറിഞ്ഞിരിക്കുകയാണ് ഇത് ചെയ്യാൻ ആവശ്യമുള്ള. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം അകത്ത് വരുന്ന ഇൻ്റഗ്രലിൻ്റെ വേരിയേഷൻ 0 to x എന്നാണ്. എക്സ് ലിമിറ്റായിട്ട് വരുമ്പോൾ അത് എന്തിൻ്റെ വേരിയേഷനാണ്? വൈയുടെ വേരിയേഷനാണ്. എക്സിൻ്റെ വേരിയേഷൻ നമ്മൾ ഒരിക്കലും 0 മുതൽ എക്സ് വരെ എന്ന് പറയില്ല, അത് ലോജിക്കാണ്. സോ അതുകൊണ്ട് എക്സ് അവിടെ ലിമിറ്റായിട്ട് വരുമ്പോൾ അത് എന്തിൻ്റെ വേരിയേഷൻ ആയിരിക്കും? വൈയുടെ വേരിയേഷൻ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഒരു ഇൻ്റഗ്രേഷൻ റിസൾട്ടാണ്. ഇൻ്റഗ്രൽ 1/a² + y² dy = 1/a tan ഇൻവേഴ്സ് y/a എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് ആവശ്യം വരും. സോ ഇൻ്റഗ്രൽ 1 to 2 ഇൻ്റഗ്രൽ 0 to x dx d² + y². സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഏതാണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 0 to x എന്ന് പറയുന്ന അകത്ത് കിടക്കുന്ന ഇൻ്റഗ്രൽ വൈയുടെ വേരിയേഷനാണ്. സോ dy ആണ് ആദ്യം ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു dy 1/x² + y² എന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആണ്. സോ ഇത് 1/a² + y² എന്ന ഫോമിൽ വരും. ഇൻ പ്ലേസ് ഓഫ് എ ഇവിടെ എക്സ് ആണെന്നേ ഉള്ളൂ. സോ ഈ റിസൾട്ട് ഉപയോഗിച്ച് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/x tan ഇൻവേഴ്സ് y/x എന്ന് കിട്ടും വിതിൻ ദ ലിമിറ്റ് 0 to x. സോ വൈക്ക് ഈ ലിമിറ്റ് കൊടുക്കുവാണ്. സോ എന്ത് കിട്ടും? 1/x tan ഇൻവേഴ്സ് x/x മൈനസ് 1/x tan ഇൻവേഴ്സ് വൈക്ക് 0 കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്? ഇൻ്റഗ്രൽ 1 to 2 1/x tan ഇൻവേഴ്സ് x/x ആണ്. സോ ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് 1 മൈനസ് എന്താണ്? 1/x ഇൻറ്റു tan ഇൻവേഴ്സ് 0. tan ഇൻവേഴ്സ് 0 എന്ന് പറയുന്നത് 0 ആണ്. സോ അങ്ങനെയാണ് ആ ടേം 0 ആവുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/x ഇൻറ്റു tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ പൈ ആണ്. tan തീറ്റയുടെ വാല്യൂ 1 ആകുന്നതാണ്, അതാണ് tan ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. tan ഇൻവേഴ്സ് 0 is 0, ഇത് അറിഞ്ഞിരിക്കണം. ആൻഡ് tan ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/4 ആണ്. സോ അങ്ങനെയാണ് ദിസ് ഈസ് ഈക്വൽ ടു π/4. tan ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ ആണ്. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് ഇട്ടു. ഇൻ്റഗ്രൽ 1 to 2 1/x dx. സോ ദാറ്റ് ഈസ് π/4. ഇൻ്റഗ്രൽ 1/x ഈസ് log x വിതിൻ ദ ലിമിറ്റ് 1 to 2. സോ π/4 ഇൻറ്റു log 2, ലിമിറ്റ് കൊടുക്കുമ്പോൾ log 2 മൈനസ് log 1 എന്ന് വരും. log 1 0 π/4 log എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് evaluate double integral over r root of a² minus r² dr d theta over the upper half of the circle r is equal to a cos theta. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ലിമിറ്റ് തന്നിട്ടില്ല. പക്ഷേ എവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ആണ്, ക്ലോസ്ഡ് റീജിയൻ ആണ്. ഏതാണ്? അപ്പർ ഹാഫ് ഓഫ് ദ സർക്കിൾ ആർ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. ആ സർക്കിളാണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത്. ആ സർക്കിളിൻ്റെ ആ ഷെയ്ഡഡ് റീജിയൻ ആ പോർഷനിൽ വേണം ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. സോ ഈ അപ്പർ ഹാഫ് ഓഫ് ദ സർക്കിളിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പം തീറ്റയും ഇൻ ടേംസിൽ എഴുതുന്നതാണ് പോളാർ കോർഡിനേറ്റ്സ്. വേരിയേഷൻ നിങ്ങളിത് പഠിച്ചു വെക്കണം, എന്നാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഓക്കെ, തീറ്റ എവിടം തൊട്ട് എവിടം വരെയാണ് വേരി ചെയ്യുന്നത്? അപ്പർ ഹാഫ് ഓഫ് ദ സർക്കിൾ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു സർക്കിൾ ഫുൾ കവർ ചെയ്യണമെങ്കിൽ തീറ്റ 0 മുതൽ 360 വരെ പോകണം. സോ അപ്പർ ഹാഫ് മാത്രം കവർ ചെയ്യുമ്പോൾ 0 മുതൽ എവിടം വരെ പോകത്തുള്ളൂ? π/2 വരെ പോകത്തുള്ളൂ. സോ തീറ്റ വേരീസ് ഫ്രം 0 to π/2. ആൻഡ് ആർ എവിടം തൊട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ കോസ് തീറ്റ വരെ. അപ്പർ ഹാഫ് ഓഫ് ദ സർക്കിൾ ആർ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. സോ ആറിൻ്റെ വേരിയേഷൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 മുതൽ എ കോസ് തീറ്റ വരെ പോകും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കോസ് തീറ്റ. ഹെൻസ് റിക്വയർഡ് ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രലിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഏത് ലിമിറ്റുമാണ് ഔട്ട് സൈഡ് കൊടുക്കാൻ? കോൺസ്റ്റൻസ് വരുന്നത്. സോ തീറ്റയുടെ ലിമിറ്റാണ് ഔട്ട് സൈഡ് കൊടുക്കുന്നത്. 0 to π/2 ഇൻ്റഗ്രൽ 0 to ആറിൻ്റെ വേരിയേഷൻ എ കോസ് തീറ്റ ആർ റൂട്ട് ഓഫ് a² മൈനസ് r² dr d തീറ്റ. ഓക്കെ, ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആദ്യം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഈ റൂട്ടിനകത്ത് കിടക്കുന്ന a² മൈനസ് r²ന് u എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ.